നമസ്കാരം. മയക്കുമരുന്നുമായി സഹോദരനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് രൂക്ഷ വിമർശനം. സഹോദരൻ പി.കെ. ബുജീറിനെയാണ് ലഹരിമരുന്ന് കേസിൽ പിടികൂടിയത്. പതിമംഗലം സ്വദേശിയായ ബുജീർ ഇന്നലെ വാഹന പരിശോധനയ്ക്കിടെ കുന്നമംഗലം പോലീസിനെ ആക്രമിച്ചിരുന്നു. ഇയാൾ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചുവലാംവയൽ ആമ്പർമൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പോലീസ് എത്തി. തുടർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അജീഷിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബുജീറിന്റെ കയ്യിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെത്തിയില്ലെങ്കിലും ലഹരി ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കുന്നമംഗലം സ്വദേശി റിയാസിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളുടെ മൊഴിയിൽ നിന്നാണ് ബുജീറിന്റെ ലഹരി മരുന്ന് ബന്ധം വ്യക്തമായതെന്ന് കുന്നമംഗലം പോലീസ് അറിയിച്ചു. റിയാസും ബുജീറും ലഹരി ഇടപാട് നടത്തിയതിന്റെ വാട്സ്ആപ്പ് ചാറ്റും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ചെന്നപ്പോഴാണ് ബുജീർ പോലീസിനെ കയ്യേറ്റം ചെയ്തത്. ബുജീറിനെതിരെ BNS 132, 121 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളടക്കം ചേർത്താണ് കേസ്. ലഹരി ഉപയോഗത്തിനായി ഉള്ളതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ബുജീറിന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അതേസമയം പി.കെ. ഫിറോസ് ഫെബ്രുവരി 28 ലഹരിക്കെതിരായ പോസ്റ്റ് ആയുധമാക്കി പരിഹാസം ചൊരിയുകയാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത്? മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത്? മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെയല്ലേ ഉള്ളത്? ഇങ്ങനെയാണ് പി.കെ. ഫിറോസിന്റെ പോസ്റ്റ്. ബുജീറിന്റെ അറസ്റ്റിന് പിന്നാലെ പി.കെ. ഫിറോസിനെതിരെ ബിനീഷ് കോടിയേരി രംഗത്തെത്തി. സഹോദരൻ ലഹരി കേസിൽ അറസ്റ്റിലായതിൽ പി.കെ. ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിച്ചു. സംഭവത്തിൽ പി.കെ. ഫിറോസിന്റെ പങ്കും അന്വേഷിക്കണമെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. പി.കെ. ബുജീറിന് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും മുൻപ് പല കേസുകളിലും പി.കെ. ഫിറോസും യൂത്ത് ലീഗും എടുത്ത നിലപാട് ഇവിടെയും ആവർത്തിക്കുമെന്നും ബിനീഷ് ചോദിച്ചു. വീട്ടുകാരെ നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കലല്ലേ ബുദ്ധി എന്ന് കെ.ടി. ജലീലും ചോദിച്ചു. സ്വന്തം സഹോദരനെ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയാത്ത യൂത്ത് ലീഗ് നേതാവിന് നാട്ടുകാരെ നന്നാക്കാൻ എന്തർഹതയെന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.